2ാം ക്ലാസ്സിലെ ലിസാനിൽ ഖുർആനിലെ 9ാമത്തെ പാഠം ത്വാവിലത്തുൻ ടേബിൾ. ത്വാവിലത്തുൻ ടേബിൾ. തിൽക്ക എന്ന വാക്ക് ദൂരെയുള്ള ഒരു വസ്തു, അത് സ്ത്രീലിംഗമാണെങ്കിൽ, അതായത് പദത്തിൻ്റെ അവസാനത്തിൽ താ ഉണ്ടെങ്കിൽ അത് എന്ന് പറയാൻ വേണ്ടി തിൽക്ക ഉപയോഗിക്കുന്നു. സ്ത്രീലിംഗമായിരിക്കണം, ദൂരെയുള്ള ഒരു വസ്തു ആയിരിക്കണം, അപ്പോൾ തിൽക്ക ഉപയോഗിക്കുന്നു. നസ്അലു വനുജീബു, ചോദിക്കാം, ഉത്തരം പറയാം. മാ തിൽക്ക, അത് എന്താണ്. തിൽക്ക അത്, മാ തിൽക്ക അത് എന്താണ്. ടേബിളാണ്. തിൽക്ക ത്വാവിലത്തുൻ, അത് ടേബിളാണ്. മാ തിൽക്ക അത് എന്താണ്. വീടാണല്ലേ. തിൽക്ക ദാറുൻ, അത് വീടാണ്. മാ തിൽക്ക അത് എന്താണ്. മരമാണ്. തിൽക്ക ഷജറത്തുൻ, അത് മരമാണ്. തിൽക്ക ഷജറത്തുൻ. മാ തിൽക്ക അത് എന്താണ്. ചിത്രത്തിൽ കണ്ണാടിയാണ്. തിൽക്ക മിർഅത്തുൻ, അത് കണ്ണാടിയാണ്. തിൽക്ക മിർഅത്തുൻ, അത് കണ്ണാടിയാണ്. അടുത്തത് നുജീബു, ഉത്തരം പറയാം. മാ തിൽക്ക അത് എന്താണ്. സയ്യാറത്തുൻ, തിൽക്ക സയ്യാറത്തുൻ, അത് കാറാണ്. തിൽക്ക ഹവ്വാമത്തുൻ, അത് ഹെലികോപ്റ്ററാണ്. തിൽക്ക ഫുർഷത്തുൻ, അത് ബ്രഷാണ്. തിൽക്ക ഹിദ്അത്തുൻ, അത് പരുന്താണ്. ഹിദ്അത്തുൻ പരുന്ത്, അത് പരുന്താണ്. നുജീബു ഷഫവിയൻ വനക്തുബു, പെട്ടെന്ന് ഉത്തരം എഴുതാം. മാ തിൽക്ക അത് എന്താണ്. മദ്റസത്തുൻ, കോളത്തിൽ എഴുതാനുള്ളത് തിൽക്ക മദ്റസത്തുൻ, അത് മദ്റസയാണ്. തിൽക്ക മദ്റസത്തുൻ. സഹ്റത്തുൻ, ഈ കോളത്തിൽ തിൽക്ക സഹ്റത്തുൻ, അത് പൂവാണ്. അടുത്തത് സജ്ജാദത്തുൻ, കോളത്തിൽ എഴുതാ തിൽക്ക സജ്ജാദത്തുൻ, അത് നിസ്കാരപ്പായയാണ്. സജ്ജാദത്തുൻ നിസ്കാരപ്പായ. അടുത്തത് ഹബ്ബത്തുൻ, കോളത്തിൽ എഴുതാ തിൽക്ക ഹബ്ബത്തുൻ, അത് വിത്ത് ആണ്. വിത്ത്, ചെടികളുടെയൊക്കെ വിത്ത്, അത് വിത്ത് ആണ്. തിൽക്ക ഹബ്ബത്തുൻ. അടുത്തത് നുഹാവിലു വനുതർജിമു, പരിഭാഷപ്പെടുത്താം, നമ്മുടെ ഭാഷയാക്കി എഴുതാം, അതായത് അർത്ഥം എഴുതാം. 1. തിൽക്ക മദ്റസത്തി, തിൽക്ക അത്. മദ്റസത്തി എൻ്റെ മദ്റസയാണ്. ഇവിടെ എഴുതാനുള്ളത് അത് എൻ്റെ മദ്റസയാണ്. ഹാദാ ബുർത്തുക്കാലി, ഹാദാ ഇത്, ബുർത്തുക്കാലി എൻ്റെ ഓറഞ്ചാണ്. ഇത് എൻ്റെ ഓറഞ്ചാണ്. 3. ഹാദിഹി ത്വാഇറത്തുൻ കബീറത്തുൻ, ഹാദിഹി ഇത്
ത്വാഇറത്തുൻ കബീറത്തുൻ വലിയ വിമാനമാണ്. കബീറത്തുൻ വലിയ. ഇത് വലിയ വിമാനമാണ്. നാലാമത്തെ ളാലിക ഇനബുൻ ഹുൽവുൻ. ളാലിക അത്, ഇനബുൻ മുന്തിരി, ഹുൽവുൻ മധുരമുള്ള. ഇവിടെ എഴുതാനുള്ളത് അത് മധുരമുള്ള മുന്തിരിയാണ്. ളാലിക ഇനബുൻ ഹുൽവുൻ അത് മധുരമുള്ള മുന്തിരിയാണ്. അടുത്തുള്ള ഒരു വസ്തു ഇത് എന്ന് പറയാൻ വേണ്ടി ഹാദ ഉപയോഗിക്കുന്നു. എന്നാൽ ആ പദത്തിൻ്റെ കൂടെ താ വന്നിട്ടുണ്ടെങ്കിൽ ആ പദം സ്ത്രീലിംഗമാണ്. സ്ത്രീലിംഗമായ ഒരു പദത്തിൻ്റെ ഇത് എന്ന് പറയാൻ വേണ്ടി ഹാദിഹി ഉപയോഗിക്കുന്നു. ളാലിക എന്നത് ദൂരെയുള്ള ഒരു വസ്തു പുല്ലിംഗമാണെങ്കിൽ ളാലിക എന്നും, ദൂരെയുള്ള ഒരു വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ പദത്തിൻ്റെ കൂടെ താ ഉണ്ടെങ്കിൽ അതിനെ അത് എന്ന് പറയാൻ വേണ്ടി തിൽക്ക ഉപയോഗിക്കുന്നു. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 2ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.